ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെലൻസ് വേൾഡ്. അപ്പം ഇതാണ് നമ്മുടെ കിടപ്പിൻ്റെ സെറ്റപ്പ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കൂളർ മേടിച്ചപ്പോൾ തൊട്ട് നമ്മുടെ അവസ്ഥ ഇതാണ്. എത്ര ചൂടാണെങ്കിലും ഒരു രാത്രി ഒരു 10-11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പുതച്ചു മൂടി കിടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ കുഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട്. അവനെ എഴുന്നേൽക്കുന്ന പാടെ തന്നെ അവൻ പ്രാർത്ഥിക്കാൻ നിൽക്കും കേട്ടോ. ഞാനും പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് എഴുന്നേൽക്കുന്നത്. എന്നാലും കുഞ്ഞുങ്ങളെ നമ്മൾ രാവിലെ തന്നെ ദൈവത്തിൻ്റെ അടുക്കൽ നന്ദി പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കണം. കാരണം ഇന്നലെ നമ്മൾക്കൊപ്പം എത്രയോ പേര് ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവും. അവരൊന്നും ഇന്നത്തെ പ്രഭാതം കാണാൻ ഭാഗ്യം ഉണ്ടായിരുന്നില്ലായിരിക്കും. അപ്പോൾ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസം സമർപ്പിച്ചിട്ട് വേണം നമ്മൾ. ഇന്നലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പോയിട്ട് വന്നിട്ട് പുറത്ത് പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കുമ്പസാരിക്കണമായിരുന്നു. കുമ്പസാരിച്ചു, പിന്നെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര മടി. ട്രാവലൊക്കെ ചെയ്ത് വന്നല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് കടന്നാൽ മതി എന്നായിരുന്നു ചിന്ത. ഞാൻ കടന്നപ്പോൾ ഉണ്ടല്ലോ, ഇന്നലെ ഉച്ചയ്ക്കൊക്കെ കഴിച്ച ഫുഡിൻ്റെ പാത്രം ഒന്നും കഴുകി വെക്കാണ്ട് 3 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയതാ. 3 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. കുമ്പസാരിക്കാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പുത്തമ്പള്ളിലാണ് പോയത്, ആണ്ടുകുമ്പസാരല്ലേ, ഒത്തിരി തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഇപ്പം 4 മണിയൊക്കെ ആയി. 4-4:30 5 മണിയായി കുമ്പസാരം കഴിഞ്ഞിറങ്ങുമ്പോൾ. അത് കഴിഞ്ഞ് കൊച്ചിനൊരു ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് പോയി. കൊച്ചിന് ചെരുപ്പ് വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ അവന് വിശക്കുന്നു പറഞ്ഞു. പിന്നെ അപ്പോൾ എൻ്റെ ബർഗർ കിങ്ങിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 7 മണിയായി. പിന്നെ എനിക്ക് വയ്യ, പിന്നെ എനിക്ക് പാത്രം കഴുകാനൊന്നും വയ്യ. പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴല്ലോ അടുക്കള കയറാനും വയ്യ. കാണിച്ചു തരാവേ. പാത്രം ഇങ്ങനെ സിങ്കിൽ കുന്നുകൂടി കിടപ്പുണ്ട്. പിന്നെ പാല് കുപ്പി കൊടുത്തിട്ടില്ല. ഇത് ഒരാകെ എന്താ പറയണ്ട, ഒരു മെസ്സായിട്ടുള്ളൊരവസ്ഥയാണ്. ഇങ്ങനെ അടുക്കളയിൽ കാണുമ്പോൾ തന്നെ പാത്രങ്ങൾ ഇന്നലത്തെ ഒന്നും കഴുകിയതൊന്നും ഉണങ്ങിയതൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഇതുപോലെ ഒരു മെസ്സി അടുക്കള രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലരും രാത്രി തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് കിടക്കുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ അടുക്കളയുടെ യഥാർത്ഥ രൂപം. ഇനി ഇതൊക്കെ സെറ്റാക്കി വന്നിട്ട് വേണം കുക്കിങ് തുടങ്ങാൻ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ ഈ പെണ്ണുമ്പിള രാവിലെ വന്നിട്ട് ഇങ്ങനെ അഴുക്കായ ഇതൊക്കെ കാണിക്കുന്നത്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇവർക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് ചെയ്തുകൂടെ? ഞാനിത് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലും അമ്മമാരുണ്ടാവും അല്ലേ? ആ അമ്മ എല്ലാ ദിവസവും ഒരു നേരം പോലും അടുക്കളയിൽ കയറി വൃത്തിയാക്കിയില്ലെങ്കിലുള്ള സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അച്ഛന്മാരുടെ ഒരു അധ്വാനം ഞാൻ ഇതിനകത്ത് കുറച്ച് കാണുമല്ല. അച്ഛന്മാർ അധ്വാനിക്കുന്നത് കൊണ്ടാണ്, അച്ഛന്മാർ പുറത്തു പോയി അധ്വാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ കാലത്ത് അച്ഛന്മാർ മാത്രമല്ല അമ്മമാരും അധ്വാനിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് വർക്കിംഗ് വുമൻസും ഉണ്ട്. അപ്പം ആദ്യം അധ്വാനം കുറച്ച് കാണല്ലേ, പക്ഷെ അടുക്കള ജോലികൾ കൂടുതൽ ചെയ്യുന്നത് അമ്മമാരായിരിക്കും. ഇപ്പം ഇന്നലെ ഉച്ച വരെ എങ്ങനെ എൻ്റെ അടുക്കള കടന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്കറിയാം. നല്ല പ്രോപ്പറായിട്ടാണ് ഉച്ച കഴിഞ്ഞുള്ള സ്ഥിതിയാണിത്. അപ്പോൾ ഒരു നേരം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിച്ചണിൽ ആരാണോ പെരുമാറുന്നത് അവർക്ക് വയ്യാതെ വന്ന് കടന്നാൽ എല്ലാ വീടുകളിലെയും സ്ഥിതി ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരിക്കും. ചില വീടുകളിൽ അച്ഛന്മാരും കുക്ക് ചെയ്യുന്നവരുണ്ട്, അച്ഛന്മാരും വീട്ടിൽ സഹായിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും ആൾ അടുക്കളയിൽ കയറുകയൊന്നും ചെയ്യില്ല. വേണമെങ്കിൽ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നൊക്കെ മേടിച്ചൊന്ന് പുറത്തുനിന്ന് ഫുഡ് വരെ വാങ്ങിച്ചു തരും. പക്ഷേ അടുക്കളയിലോട്ട് കയറത്തില്ല. വെള്ളം എടുത്ത് കുടിക്കാൻ കയറും, അങ്ങനെ അല്ലാണ്ട് അടുക്കള കയറുന്നതും ചെയ്യില്ല. പിന്നെ ഉള്ളൊരു ചിടുങ്ങാണ്, അതിനെ കൊണ്ട് പറ്റാവുന്നതൊന്നും അല്ല കേസപ്പം. അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞുള്ള എൻ്റെ വീട്ടിലെ സ്ഥിതിയാണിത്. ഇന്നലെ എനിക്ക് പറയില്ലേ, എന്തോ ഇനി പീരീഡ്സ് ഒക്കെ ആവാൻ പോവുകയാണെന്ന് തോന്നുന്നു. സോ ഒരു മൂഡ് സ്വിങ്സും ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എൻ്റെ അടുക്കള ഞാൻ കാണിച്ചു തരാം. ഒരു ക്ലീൻ ചെയ്യലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ അവസ്ഥ കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അത് എത്ര സമയം പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ലോക്കെ നോക്കുമ്പോഴത്തേക്കായിരിക്കും സമയം ഒത്തിരി അതിക്രമിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ ചെയ്ത് പറക്കിയിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ. അതിന് ഇതൊന്നും ചെയ്ത് കഴിയണ്ടേ? സമയം നോക്കുന്നില്ല കേട്ടോ. ഈ സമയത്തൊന്നും ഞാൻ സമയം നോക്കുന്നില്ല. അത് കഴിഞ്ഞാണ് ഞാൻ സമയം നോക്കുന്നത്. അതായത് ഈ ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ടൈം നമ്മുടെ കൈ നിൽക്കാത്തതാണ് കാരണം 3 മണിയാകുമ്പോഴത്തേക്ക് ആണ് ഞാൻ പള്ളിയിൽ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും കഴുകുന്നു.
വീട്ടുജോലിയിൽ സ്വതവേ എൻ്റെ മമ്മി അങ്ങനെ എൻ്റെ കസിൻസ് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത് ഞങ്ങൾക്ക് പാത്രം കഴുകുന്നതും അലക്കുന്നതും താല്പര്യമില്ലെന്നാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പാത്രം കഴുകി വൃത്തിയാക്കി എല്ലാം നീറ്റാക്കി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കണക്ക് തൂത്ത് തുടച്ച് വീട് വൃത്തിയാക്കിയിടുക, അതൊക്കെ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു പരിപാടിയാണ് കേട്ടോ. പാത്രം കഴുകി അത് വൃത്തിയാക്കി വയ്ക്കുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണ്. പക്ഷേ അലക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസ് കേട്ടോ. അലക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, അലക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പാത്രം കഴുകി പിന്നെ സിങ്ക് കഴുകുന്ന പരിപാടിയാണ്. സിങ്ക് നമ്മൾ സിങ്കിൽ ഒരു സിങ്കിൽ പാത്രം കഴുകുന്നു, മറ്റേ സിങ്കിൽ അത് ഒന്ന് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. അപ്പം 2 സിങ്കും എല്ലാ ദിവസവും കഴുകും. എല്ലാ ദിവസവും ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ സിങ്കിൽ വയ്ക്കുന്നതുകൊണ്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല? എൻ്റെ സിങ്ക് ഞാൻ അത് കണക്ക് എല്ലാ ദിവസവും കഴുകും. ഇന്നലെ കഴുകിയതാണെന്ന് വെച്ച് ഇന്ന് കഴുകാതിരിക്കത്തില്ല. എങ്ങനെയൊക്കെ വൃത്തിയാക്കാം അത്ര കണക്ക് വൃത്തിയാക്കും. OCD ചെറുതായിട്ടുണ്ടോ എന്നൊരു ചില സമയത്ത് സംശയം തോന്നാറുണ്ട്. കാരണം ഇതാണ് എൻ്റെ ഒരു ക്ലീനിങ് സ്റ്റൈൽ. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും പറയാറുണ്ട്, നിനക്കെന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്നെ എൻ്റെ കൂട്ടുകാർ കളിയാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ കൃത്യമായി ചെയ്തില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല. പിന്നെ എനിക്കൊരു എന്തോ ഒരു പാത്രങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എനിക്കൊരു തൃപ്തി കുറവാണ്. അത് എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അതെല്ലാം നമ്മൾ ക്ലീനാക്കി പറക്കി നമ്മൾ അപ്പുറത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ലൈറ്ററിൽ ചെറിയ അഴുക്ക്. അങ്ങനെ ലൈറ്റർ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ ലൈറ്റർ കത്താൻ കുറച്ച് താമസിച്ചു കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് നേരെ കയറി. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തു. നമ്മൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും എടുത്തു. അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം പൊടി മാത്രം ഒന്ന് നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് വറുത്തെടുത്തു കേട്ടോ. ഇത് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഴങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് നന്നായിട്ട് വറുത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചു. ചൂടാകാൻ വേണ്ടിയിട്ടല്ല, ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളതൊരു മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഇട്ടിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ അരച്ചെടുത്ത് മാറ്റി വെച്ചത് ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നമ്മുടെ ക്യൂബാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയണ്ട കിഴങ്ങ് നന്നായിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു പരിപാടി ചെയ്യാൻ ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ ദിവസവും വെക്കുന്നത് വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ബാക്കി വന്ന ആ കുറച്ച് എണ്ണയിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ചേർത്തിട്ട് ഒന്ന് എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഒരു ചട്ടിക്കകത്തോട്ടിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച്, പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം എങ്ങനെയാണോ നിങ്ങളുടെ അളവ് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു സവോളയും ഇട്ടിട്ട് നമുക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി, മീഡിയം സൈസിലെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സോട്ട് ചെയ്തെല്ലാം കൂടി നമ്മുടെ തിളച്ച് വരുന്ന കറിയില്ലേ, ആ കറിയിലേക്ക് ഇടാം. ഇത് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തേങ്ങ വറക്കാത്ത തീയൽ എന്ന് പറയും. തേങ്ങയും മൂപ്പിച്ചിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് 2-3 ദിവസമൊക്കെ കേടാകാതിരിക്കും. അപ്പോൾ ഇതങ്ങനെ ഒന്ന് കുക്കായി വരുന്ന സമയത്തേക്ക് നമുക്ക് താളിക്കാനുള്ള പരിപാടി ചെയ്യാം. കടുക് പൊട്ടിക്കുന്നു, ഉള്ളി മൂപ്പിക്കുന്നു, പിന്നെ 2-3 വറ്റൽമുളക് ഇടുന്നു, കറിവേപ്പില ഇടുന്നു, പിശ് കാര്യം പെട്ടെന്ന് തന്നെ തീർന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനും കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ 2 കറികളും കൂടി എല്ലാം സെറ്റാക്കിയായിരുന്നു. അതൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇവന് ഫുഡും കൊടുത്തിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകണം. അങ്ങനെ ബേബി റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ലഞ്ച്. ഞാൻ ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ചോറുണ്ട്, കോവയ്ക്ക മെഴുക്ക് വരട്ടിയതുണ്ട്, കിഴങ്ങ് തേങ്ങ വറക്കാത്ത തീയലുണ്ട്, പിന്നെ ഒഴിച്ച് വെച്ചിരിക്കുന്ന കട്ട തൈര്, പിന്നെ ഹാർട്ട് ഷേപ്പിലുള്ള പപ്പടം ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും ആ പപ്പടവും തൈരും മാത്രം കൂട്ടിയിട്ട് അവൻ കഴിക്കും കേട്ടോ. പക്ഷേ ഇത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഞാനിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനകത്ത് അവൻ ആ തീയലും പകുതി വെച്ചിട്ടുണ്ടായിരുന്നു, കോവയ്ക്ക മെഴുക്ക് വരട്ടിയതും പകുതി വെച്ചിട്ടുണ്ടായിരുന്നു, ചോറും കുറേ മിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ വേറെ കുറച്ചും കൂടി ചോറിട്ടിട്ട് ഉണ്ടു. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്.
മനസ്സിൽ കിടക്കുന്ന പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞിട്ട് വയറിന് വിശക്കുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കുമ്പസാരം കഴിഞ്ഞിട്ട് തോന്നുന്നേരെ വിശപ്പ്, എന്നാൽ പിന്നെ എന്തെങ്കിലും തട്ടണമല്ലോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ KK ഹോട്ടലിലുള്ള ബർഗർ കിങ്ങിലേക്ക് പോയി. നോമ്പായത് കൊണ്ട് തന്നെ ഞങ്ങൾ വെജിറ്റബിൾ ബർഗറാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബർഗറാണ് ഓർഡർ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ബേബി കടന്ന് ഭയങ്കര ഡാൻസാണ്. ചിക്കൻ അല്ല, വെജ്. എങ്ങനെയുണ്ട്? ഓർഡർ ചെയ്തത് വെജിറ്റബിൾ ബർഗറാണ് എന്നറിഞ്ഞപ്പോൾ ഉള്ള കുട്ടിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ അവൻ എത്രത്തോളം ആ ബർഗർ ആസ്വദിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. എന്തുകൊണ്ട് നീ കുട്ടിക്ക് ചിക്കൻ ബർഗർ മേടിച്ചു കൊടുത്തില്ല എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കാം. ചില സമയത്ത് ഇവനത് മൊത്തം കഴിക്കാറില്ല. മൊത്തം കഴിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആക്കുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് കഴിക്കും. പിന്നെ എൻ്റെ നോമ്പ് മുറിയും. അതുകൊണ്ടാണ് അവനും കൂടി ഈ ഒരു ശോകമായിട്ടുള്ള അവസ്ഥ കഴിക്കുക. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കയറാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ ബൈ.